വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലോക്സഭയിൽ 288 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഭേദഗതി ബിൽ 2024 ഓഗസ്റ്റ് 8-നാണ് ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. പിന്നീട് ബിൽ GPCയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കും 2 മണിക്കൂർ നീണ്ട വോട്ടെടുപ്പ് പ്രക്രിയയ്ക്കും ശേഷമാണ് വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത്. ചർച്ചയ്ക്കിടെ എംപിമാർ തമ്മിൽ വാക്പോരുകൾക്കും നാടകീയ രംഗങ്ങൾക്കും ലോക്സഭ ഇന്നലെ സാക്ഷ്യം വഹിച്ചു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ ശബ്ദ വോട്ടോടെ സഭ തള്ളിക്കളഞ്ഞു. ഇന്നലെ ഉച്ചയോടെയാണ് വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചത്. ദേശതാൽപര്യത്തിന് മുൻഗണന നൽകിയാണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. ബില്ലിന് മുസ്ലിങ്ങളുടെ മതപരമായ ആചാരവുമായി യാതൊരു ബന്ധവുമില്ലെന്നും വഖഫ് ബോർഡുകളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളുടെ സംരക്ഷണമാണ് ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. कभी भी इससे ज्यादा संख्या में किसी भी बिल के ऊपर में लोगों का याचिकाएं नहीं आया आज तक. कुल मिलाकर के 284 डेलीगेशन ने अलग अलग समुदाय के जो स्टेक होल्डर्स है उन्होंने कमेटी के सामने में अपने बात को रखा है, सुझाव भी दिया है. വഖഫ് ബോർഡുകളെ മതേതരമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വഖഫ് ബില്ലിലൂടെ സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കോൺഗ്രസിലെ ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും സമൂഹത്തെ ഭിന്നിപ്പിക്കാനുമാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നും ഗൊഗോയ് പറഞ്ഞു. सिर्फ भ्रम फैलाना है सर, मंशा इनकी कहीं और है. मंशा सर मैं भी एक टिप्पणी देना चाहूंगा कि आज ये एक विशेष समाज के जमीन पर इनकी नजर है, कल समाज के दूसरे अल्पसंख्यकों के जमीन पर इनकी नजर जाएगी. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണമെന്നും ഏത് ചട്ടങ്ങൾ പ്രകാരമാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഹൈബി ഇടൻ MP പറഞ്ഞു. You were mentioning about the Munambam issue in my constituency. There are around 610 families living in the coastal belt of Munambam in the Pallipuram Panchayat. Their revenue rights have been denied from 2022. The entire fishermen folk living there are living since 1952. For the last 8 decades they have been living there. Sir, for BJP this might be a political issue. Sir, for me this is a personal and emotional issue because I belong to that fisherman community, sir. വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരാജയം മറച്ചുവെക്കാനാണ് ബിൽ കൊണ്ടുവന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആരോപിച്ചു. വഖഫ് ബിൽ യുക്തിരഹിതവും ഏകപക്ഷീയവുമാണെന്ന് TMC MP കല്യാൺ ബാനർജിയും ആരോപിച്ചു. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം വളർത്താനും കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നീതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് നിയമം നിലകൊള്ളുന്നതെന്നും അമിത്ഷാ വ്യക്തമാക്കി. वो शुद्ध रूप से वक़्फ़ का जो कानून, दान के लिए किसी ने दी हुई संपत्ति, उसका एडमिनिस्ट्रेशन अच्छे से चल रहा है नहीं चल रहा है, कानून के हिसाब से चल रहा है नहीं चल रहा है, या तो दान जिस चीज के लिए दिया गया. വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമാണെന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നതായി JDU നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ സിംഗും ലോക്സഭയിൽ ചർച്ചയ്ക്കിടെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.